ദഹി ബെങ്കിൻ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ എന്താണെന്ന്, വേറെ ഒന്നുമല്ല, ഒരു വൈതനം വെച്ചിട്ടുള്ളൊരു ഇതാട്ടോ, ബംഗാളി ഡിഷ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. വൈതനം ഇങ്ങനെ ചെറിയതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടാനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ ഉപ്പും ചേർക്കണം കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. 5 മിനിറ്റ്സ് വരെയൊക്കെ മാറ്റി വെക്കുക കേട്ടോ. മസാല തേച്ചിട്ട് എന്നിട്ട് പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പിലിടുക, എന്നിട്ട് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് നല്ലോണം മൊരിച്ചിങ്ങോട്ട് വൈദ്യുതിങ്ങാട് ഫ്രൈ ആയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചുള്ള തൈര് ഒഴിക്കുക. പുളിയുള്ള തൈരാണോ നോക്കണം. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള വൈതനങ്ങ എടുത്ത് ഇതിലേക്കിടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം ഇളക്കരുത്. ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തതുകൊണ്ട് തന്നെ എൻ്റെ കൊടിഞ്ഞു പോയിണ്ടായിന്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണേ. എന്നിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് വറവിടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വലിയ ജീരകം, വറ്റൽമുളക്, കുറച്ചധികം ചെറിയുള്ളി ഇടുക, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം വറുത്തതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം, തൈരിൻ്റെ ഇതിലേക്ക് കേട്ടോ. പിന്നെയും പറയുകയാണെങ്കിൽ നല്ലോണം മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ വയ്ക്കാം. ഞാൻ ഉണ്ടാക്കിയ നോക്കുമ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ രസം ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് പുളി കൂടിപ്പോയി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് പിന്നെ ഇനി എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.